നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടം എയർ ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ്. വിമാനാപകടം നടന്നതോടെ പലരും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു. പല സർവീസുകളും മുൻകരുതൽ എന്ന നിലയിൽ എയർ ഇന്ത്യക്ക് തന്നെ നിർത്തലാക്കേണ്ടി വന്നു. അതിനു പുറമെ ഇനി വഹിക്കേണ്ടി വരുന്ന ഭാരിച്ച ഇൻഷുറൻസ് തുക ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാര തുകയുടെ ഭീമൻ ബാധ്യതയും എയർ ഇന്ത്യയുടെ ചുമതലയായി മാറിയെന്ന് വേണം പറയാൻ. വലിയ ആരോപണങ്ങളും എയർ ഇന്ത്യ നേരിടേണ്ടി വന്നു. അതിനു പിന്നാലെ നിർണായക നീക്കവുമായി എയർ ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ പകുതി വരെ എയർ ഇന്ത്യ വലിയ വൈഡ് ബോഡി വിമാനങ്ങളിലെ അന്താരാഷ്ട്ര സർവീസുകൾ 15% കുറയ്ക്കാനാണ് പുതിയ നീക്കം. നിലവിൽ ടാറ്റയുടെ നിയന്ത്രണത്തിലുള്ള എയർലൈൻ അതിന്റെ വൈഡ് ബോഡി വിഭാഗത്തിൽ മാത്രം പ്രതിദിനം 70ഓളം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പല രാജ്യങ്ങളുടെയും വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, പടിഞ്ഞാറോട്ടും തിരിച്ചുമുള്ള പറക്കൽ സമയം വർദ്ധിപ്പിച്ചതും ഇക്കഴിഞ്ഞ ജൂൺ 12-ന് കമ്പനിയുടെ A171 വിമാനം തകർന്നതിനു ശേഷം ബോയിങ് 787 വിമാനങ്ങളുടെ പരിശോധന വർദ്ധിപ്പിച്ചതും ഉൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങൾ ഇത്തരം സർവീസുകളുടെ ലഭ്യത കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ജൂൺ 2-നും 17-നും ഇടയിൽ കമ്പനി അതിന്റെ ബോയിങ് 787, B777, എയർബസ് A350 എന്നിവയുടെ വൈഡ് ബോഡി ഫ്ലീറ്റിൽ 462 വിമാനങ്ങളാണ് നിശ്ചയിച്ചത്. എന്നാൽ ആ കാലയളവിൽ 83 വിമാനങ്ങൾ റദ്ദാക്കി. അതിനർത്ഥം സർവീസ് നടത്തേണ്ടിയിരുന്ന 545 വിമാനങ്ങളിൽ 15.2% റദ്ദാക്കിയത് യാത്രക്കാരെ അസൗകര്യത്തിലാക്കി എന്നാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് ആ അനുപാതത്തിനനുസൃതമായി എയർ ഇന്ത്യ വൈഡ് ബോഡി വിമാനങ്ങൾ 15% വെട്ടിക്കുറച്ചത്. ബോയിങ്ങിൽ നിന്നും എയർബസിൽ നിന്നും പുതിയ വിമാനങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രതീക്ഷിച്ചതിലും വളരെ മന്ദഗതിയിലായതോടെ കഴിഞ്ഞ 2 വർഷമായി വിമാന സർവീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കമ്പനി ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു. ജീവനക്കാരുടെ കുറവ് കാരണം തൽഫലമായി ഏതെങ്കിലും വിമാനം നിലത്തിറക്കുകയോ വൈകുകയോ ചെയ്താൽ അത് അടുത്തതായി സർവീസ് നടത്തേണ്ട വിമാനങ്ങളെ കൂടി ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ DGCA B787 ഡ്രീംലൈനറുകളുടെ പരിശോധന വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടതോടെ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു. പുതിയ തീരുമാനം അപ്രതീക്ഷിത തടസ്സങ്ങൾ ഒഴിവാക്കാൻ എയർ ഇന്ത്യ റിസർവ് വിമാന ലഭ്യത വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായി സഹായിക്കുന്നുവെന്നും പ്രവർത്തനങ്ങളുടെ സ്ഥിരത, മികച്ച കാര്യക്ഷമത, യാത്രക്കാർക്കുള്ള അസൗകര്യം കുറയ്ക്കൽ എന്നിവ ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുമാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ബോയിങ് 777 ഫ്ലീറ്റിൽ മെച്ചപ്പെട്ട സുരക്ഷാ പരിശോധനകൾ നടത്തുമെന്നും എയർലൈൻ പ്രഖ്യാപിച്ചു. യാത്രക്കാർ കൂടുതലുള്ള സീസണിലാണ് ഈ തീരുമാനം വരുന്നതെങ്കിലും കുറഞ്ഞത് വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെക്കുറിച്ച് യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കാൻ ഇത് എയർലൈനിനെ അനുവദിക്കുകയും അവർക്ക് ബദൽ സംവിധാനങ്ങൾ അനുവദിച്ചു കൊടുക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ സഹായകരമാവുകയും ചെയ്യും. അതിനിടെ സുരക്ഷ സംബന്ധിച്ച യാത്രക്കാരുടെ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നത് കൂടിയാണ് എയർ ഇന്ത്യയുടെ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് വലിയ വൈഡ് ബോഡി വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീക്കം ചെയ്യാനും അതിൽ കൂടുതൽ വ്യക്തത വരുത്താനും വിമാനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കാനും ഈ സമയത്തിലൂടെ അവർക്ക് സാധിക്കുമെന്നാണ് എയർ ഇന്ത്യ വിലയിരുത്തുന്നത്.